ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇതെന്താ വെച്ചാൽ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതുകൊണ്ടൊക്കെ റെഡി ആയിട്ടില്ല, കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മാറ്റാണ്ട് ഐസമ്മോക്കാണെങ്കിലോ തിരക്കയക്കണം. ഓളെ ഞാൻ ആദ്യം കുളിപ്പിച്ച് അകത്തേക്ക് വിട്ട്, അപ്പോൾ ഓക്ക് തിരക്കഴിഞ്ഞോക്ക് മാറ്റണം പോകണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഓള് തിരക്ക് വിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോവാൻ റെഡി ആവാൻ പോവാണ്. കല്യാണം ആരുതാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിലോ രാവിലെ മുതൽ മഴയുമാണ്. മഴ അങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. മഴ അങ്ങനെ പെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മടിയാണല്ലോ അല്ലേ കല്യാണത്തിന് പോകാനും സൽക്കാരത്തിന് പോകാനൊക്കെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ മാറ്റിയിട്ട് വരാം കേട്ടോ. ഞാൻ ഇട്ടുകൊടുക്കാനോ നോക്കും ഒഴിവില്ല കേട്ടോ. ഓളെന്നെ ഒറ്റക്ക് മാറ്റലൊക്കെ തുടങ്ങിക്കണല്ലേ. നമ്മളെ ഐസമ്മൂൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ മാറ്റാൻ പോകാണല്ലേ. നിമ്മച്ചി മാറ്റണ്ടേ? ഒക്കെ ഫോൺ കിട്ടാനാട്ടെ. ഞാൻ മുടി വരാനും വേണ്ടി ഫോട്ടോ എടുത്തതേനി. അപ്പം ഞാൻ കിട്ടാൻ ഇന്ന് ഞങ്ങൾ വേറെ മോഡലായിട്ടോ മുടി വാർന്ന. ഇങ്ങനെ എൻ്റെ മാറ്റൽ കഴിഞ്ഞിട്ടോ. ഐസമോളെ ഞാൻ ആദ്യം തന്നെ മാറ്റി റെഡിയാക്കി. ഇപ്പം എൻ്റെ മാറ്റലും കഴിഞ്ഞ്. അപ്പം ഇത് പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സാട്ടോ. പെരുന്നാൾക്ക് നമ്മളിത് ഇട്ടിട്ടില്ലേനി. പിന്നെ ഞങ്ങൾ ഇട്ടത് അവിടുത്തെ അമ്മായിൻ്റെ മോൻ്റെ നിക്കാന് ഞാൻ പോയി പറഞ്ഞില്ല, എന്നാൽ പിന്നെ കേട്ടോ ഇട്ടത്. ഞാൻ കാണിച്ചു തരാം. കല്യാണത്തിന് പോകാനൊക്കെ റെഡിയായി കണ്ടല്ലേ. ആണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഞാൻ മാറ്റി. ഇതാണ് സിമ്പിളാട്ടോ, വലിയ വർക്കൊന്നുമില്ല. അല്ലെ പെരുന്നാൾക്ക് ഞാൻ ഇവിടുന്ന് കേട്ടോ കാവനൂരിൽ കേട്ടോ ഡ്രസ്സൊക്കെ വാങ്ങിന്. ഇപ്രാവശ്യം ഞാനും ഉമ്മയും പോയെടുത്തതേനി കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് പിന്നെ ഇട്ടില്ലല്ലോ, പെരുന്നാൾ നമുക്ക് ഇല്ലേനിയല്ലോ. അപ്പോൾ അല്ലേ ഇമ്മമ്മക്ക് കൊണ്ടുവന്ന് കാണിച്ചൊക്കെ കൊടുത്തീനി കേട്ടോ. അപ്പോൾ ഈ കളർ ഉമ്മമ്മക്ക് ഇഷ്ടമല്ല. അതായത് ഇങ്ങനെ ഇതൊരു ഓഫ് വൈറ്റ് ആണല്ലോ, ഇങ്ങനത്തെ കളർ. എൻ്റെ ചെറിയ പെരുന്നാക്കത്തത് ഒരു വെള്ളമ്മല് നീല പ്രിന്റിട്ടുള്ള ഡ്രസ്സല്ലേ. അപ്പോൾ അന്ന് പറഞ്ഞു എനിക്കൊരു വെള്ളം എന്നെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എടുത്തപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മമ്മക്ക് ഇത് പറ്റലുണ്ടാവില്ല ഈ കളർ എന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഐസമ്മോള് വേഗം ഉടുപ്പൊക്കെ ഉമ്മമ്മക്ക് കാണിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ എൻ്റെത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഒന്നും മുണ്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ രസമില്ല ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു രസം ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലാതെ ഈ കളർ തന്നെയാണ് കൊടുത്തത് അതൊന്നും പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇത് ഇട്ടുകാണ്ട് കാണാൻ ഉമ്മമ്മക്ക് കൂടിയില്ല കേട്ടോ. കാരണം പെരുന്നാൾക്ക് പിന്നെ പിറ്റേന്നാണ് ഉമ്മമ്മ വേദനായി പോയതും അന്ന് തന്നെ മരിച്ചും ചെയ്തില്ലേ. പിന്നെ പെരുന്നാൾക്ക് പിന്നെ നമുക്ക് പെരുന്നാളൊന്നും ഇല്ലല്ലോ, പെരുന്നാളിൻ്റെ അന്നല്ലേ മരണവും ഇതൊക്കെ. അപ്പം പിന്നെ അമ്മമ്മക്ക് ഇട്ടാണ്ട് കാണാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആരും ഇട്ടിട്ടും ഇല്ല, പുതിയതൊന്നും പിന്നെ നമ്മൾ ഇട്ടിട്ടും ഇല്ലേനിട്ടോ. അപ്പം പിന്നെ ഇടണത് അടുത്ത അമ്മായിൻ്റെ മോൻ്റെ നിക്കായിനാണ് പിന്നെ ഇടണത്. അപ്പോൾ ഇത് ഇനി നമ്മളെ പെരുന്നാൾ ഡ്രസ്സ് കിട്ടോ. പെരുന്നാൾക്ക് എടുക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നീനിയതാട്ടോ. അതുവരെ എടുക്കണില്ല എന്ന് തലേന്ന് ഇമ്മമ്മ ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കില്ലേ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കില്ലേ എന്നൊക്കെ ഇമ്മമ്മ ഇങ്ങനെ ചോദിച്ചു. തലേന്ന് ഷെമ്മി വിളിച്ചാണ്ടായിരുന്നു വേഗം പോയി എടുത്തുക്കോ, ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തുക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഉമ്മയൊക്കെ പോയി എടുത്തത് കഴിഞ്ഞിട്ടോ. അപ്പം ഉമ്മമാക്ക് ഞങ്ങൾ മാക്സിയും തട്ടൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ. എനിക്കിത് വേണ്ടില്ലേ, എനിക്കിപ്പോൾ മാക്സി ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വെച്ചോളി ഇനി പിന്നെ ഇടാലോ അടിച്ചിടാലോ എന്നൊക്കെ പറഞ്ഞ്. അത് വേറെ ഒന്നും ഉമ്മ അടിച്ച് വെച്ചിന് പെരുന്നാൾക്ക്. അതിൻ്റെ മുന്നത്തെ പെരുന്നാൾക്ക് ഉമ്മ വാങ്ങി കൊടുത്തത് അന്ന് ഇട്ടിട്ടില്ലേനി. അപ്പോൾ അതൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചീനി. പക്ഷെ അതും ഒന്നും ഇടാനൊന്നും കൂടിയില്ല. അങ്ങനെ ഉമ്മ പെട്ടെന്നൊരു പോക്കാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കാതെ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോവാൻ റെഡിയായി. ഓട്ടോറിക്ഷനെ വിളിച്ചുകൊണ്ട് നിൽക്കുക. ഓട്ടോറിക്ഷക്കാരൊന്നും കിട്ടണില്ല. പോകണമെങ്കിൽ ഒരു വണ്ടി വേണ്ടേ. ഇവിടെ നിന്നാണെങ്കിൽ അങ്ങനെ വണ്ടിയും കിട്ടൂല, വണ്ടിക്കാരെ വിളിച്ചിട്ടും കിട്ടണില്ല. ഐസമോളാണെങ്കിൽ എൻ്റെ പപ്പ വരും, ഞാൻ എൻ്റെ പപ്പൻ്റെ അപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. പപ്പക്കും ഉണ്ട് കേട്ടോ കല്യാണം, ഷെമിക്കും ഉണ്ട്. പക്ഷെ ഷെമി ഇവിടെ ഇല്ലാത്തതിനോട് ഷെമിക്ക് കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ല. ഷെമി അവിടെ നിന്ന് പോരണുള്ളൂ. അപ്പം ഇനി അവിടെ എത്തണമെങ്കിൽ 2 ദിവസം ആവുമല്ലോ. അപ്പോൾ പിന്നെ ഷെമി ഇല്ല. അപ്പം ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകട്ടെ. കണ്ണാടിയിൽ കാണുന്നത് ഞങ്ങൾ കുറേ ഉണ്ടല്ലോ ഞാൻ പറയട്ടെ, കുറേ ഓട്ടോറിക്ഷക്ക് വിളിച്ചില്ലേ, ഒരു ഓട്ടോറിക്ഷയും കിട്ടിയില്ല കേട്ടോ. ആ ലാസ്റ്റ് ഞങ്ങളിവിടെ അടുത്തില്ല കാക്ക ഓൻ വേറെ ഓട്ടോറിക്ഷ വിട്ടുതരാന്ന് പറഞ്ഞു. ഓൻ്റെ തന്നെ ഞങ്ങൾ പോകല. പക്ഷെ ഓൻ വേറെ ട്രിപ്പിൽ പോയിനായിരുന്നു. അപ്പോൾ ഞങ്ങളിനി കല്യാണത്തിന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങളെ 18ാം പടി കയറിയോണ്ട് റോട്ടുമ്മ കയറിട്ടോ. ആ വണ്ടി വരൂ ഇതിലെ, പിന്നെ അങ്ങനെ അങ്ങോട്ട് വണ്ടി വരൂല കേട്ടോ. ഇതാണ് ഞങ്ങളെ വീട് കണ്ടില്ലേ, കുണ്ടിലാണ്. ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാൽ നമ്മളടുത്തുള്ളൂ. വേറെ വഴിയുണ്ട് കേട്ടോ അതിലപ്പുറത്ത് കൂടെ.
പക്ഷെ ഇപ്പൊ മഴ പെയ്തിട്ടല്ല വണ്ടി പോല. നല്ലൊരു മഴ വരുന്നുണ്ട്. നമ്മളെ വണ്ടി എത്തിയിട്ടുമില്ല. ഇതാണ് നമ്മളെ നാട് കേട്ടോ, മല, വടക്കും മല. അതാക്കണ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. പൊണ്ണൂൻ്റെ മകൾ നമ്മളെ കണ്ടാണ്ട് ഇതാ പാഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ റെഡി ആയില്ല, കുറച്ചേരം കഴിയണം. എൻ്റെ അമ്മച്ചിയോടെ നമ്മളിവിടെ എത്തി. നേരെ ചോറുന്നായിരുന്നു കേട്ടോ, വേറെ ഒന്നും നോക്കിയില്ല. ഇത് നമ്മളെ പൊണ്ണു ഇപ്പൊ ചോറുന്നായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആരെ കല്യാണമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. കല്യാണം ഉണ്ട് പോവാന്നൊക്കെ എല്ലതും ഞാൻ പറഞ്ഞു, പക്ഷെ ആരെ കല്യാണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മളെ പൊണ്ണൂൻ്റെ നാത്തൂൻ്റെ മോളെ കല്യാണം കേട്ടോ, ഫസ്റ്റ് ഓളെ നാത്തൂൻ്റെ അവിടെ ഫസ്റ്റ് കല്യാണമാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കല്യാണം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആരുതാന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഇപ്പോഴും ആലോചിച്ചത്. പൊണ്ണൂനെ കിട്ടില്ല കേട്ടോ, ഓള് ഭയങ്കര തിരക്കിലാണ്. ഓള് അമ്മായിയാണല്ലോ, അപ്പോൾ ഓള് ഭയങ്കര തിരക്ക്. അപ്പോൾ ഓള് ഫുള്ള് അതിലെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഓളെ കിട്ടണില്ല വീഡിയോ. ഓളെ വന്നപ്പോൾ കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. ഓള് ഫുള്ളും അതിലെ നടക്കുക കേട്ടോ. അപ്പോൾ ഓലെ ഡ്രസ് ഓളും മകളും പിന്നെ ഓലെ വേറൊരു അമ്മോൻ്റെ മോളോലൊക്കെ ഡ്രസ് കോഡാട്ടോ. നല്ല രസമുണ്ട് ഡ്രസ്സൊക്കെ കാണാൻ. അപ്പോൾ ഐസമോളെ ഡ്രസ്സ് ഓലെ കളർക്ക് നല്ല മാച്ചാട്ടോ. ഒരു ഇമ്മയും മോളൊക്കെ ഒരുപോലത്തെ ഡ്രസ്സാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നാത്തൂൻ്റെ മോളെ കല്യാണത്തിനാണ് നമ്മൾ വന്നത്, പൊണ്ണൂൻ്റെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, മകളതും ഒക്കെ കാണിച്ചു തരാം. പൊണ്ണൂനെ ഇനിയിപ്പോൾ കിട്ടലുണ്ടാവില്ല, ഓള് തിരക്കിലാണ്. നല്ല വെയിലിട്ട്, ഇതുവരെ നല്ല മഴയേനി കേട്ടോ. ഇപ്പോൾ ഉണ്ട് ഒരു പെട്ടെന്നൊരു വെയിലങ്ങോട്ട് വന്നു. ഇപ്പോൾ നല്ല വെയിൽ. പൊണ്ണൂൻ്റെ മകളും എൻ്റെ മകളും വരുന്നുണ്ട് കേട്ടോ. അതേ പൊണ്ണൂൻ്റെ മകൾ അതേ ഡ്രസ്സ് തന്നെ കേട്ടോ പൊണ്ണൂൻ്റെതും. വന്നപ്പോൾ ഒക്കെ ഓളെ പറ്റണില്ലേനി കേട്ടോ. ഇപ്പോൾ റെഡിയായി, കുറച്ച് നേരം അങ്ങനെ കണ്ടപ്പോൾ റെഡിയായി. ഇപ്പോൾ ഓളെ കൂടി ഇരിക്കാൻ സമ്മതിക്കണില്ല. ഓളയും കൊണ്ട് ആകെ നടക്കുകയാണ്, ഓഡിറ്റോറിയത്തിൽ കൂടെ ആകെ നടക്കുക. ഇതിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഇതേ ഡ്രസ്സ് തന്നെ കേട്ടോ ഓളെ പൊണ്ണൂൻ്റെതും. നമ്മളെ ബ്രൈഡിനെ കിട്ടിയിട്ടോ, നല്ല ഫാൻ്റെ കാറ്റ്, നല്ല കാറ്റ്. അപ്പം നമ്മളെ ബ്രൈഡിനെ കിട്ടിയിക്കണേ അമ്മായിയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ ആണ്. ഇതാണ് ഓളെ നാത്തൂൻ്റെ മോള് കേട്ടോ. അപ്പോൾ പൊണ്ണൂനെ കിട്ടി. ഇതാണ് ഓളെ ഡ്രസ്സ്. മതി അത് നമ്മളെ ചെക്കനെത്തി, നമ്മളതല്ല പെണ്ണിൻ്റെ ചെക്കനെത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെക്കൻ്റെ ഒപ്പം വന്നവരാട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ല. ഞങ്ങളിവിടെ നിൽക്കാട്ടൊരു മൂലയിൽ. ആ ഭാഗത്തുള്ളോ ഈ ഭാഗത്തുള്ളൊക്കെ ചെക്കൻ്റെ ഒപ്പം വന്നാലോ കേട്ടോ. അപ്പം ചെക്കൻ എന്താ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. പെണ്ണ് എത്തിയില്ല കേട്ടോ, പെണ്ണ് അവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ചെക്കൻ്റെ കാത്തിരിപ്പിനൊടുവിൽ പുതിയ നടത്തി പെണ്ണെത്തിട്ടോ. ഞങ്ങൾ ബാക്കിലാണ്. നമ്മൾ പെണ്ണിൻ്റെ ടീമായതുകൊണ്ട് നമ്മൾ ബാക്കിലാണ്, ചെക്കൻ്റെ ടീമൊക്കെ മുന്നിലാണ്. ചെക്കന്മാരെ ഓൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കയറി ഫോട്ടോ എടുക്കലാട്ടോ. ഇവിടെ മൂലയിൽ നിന്നൊക്കെ കണ്ടിരിക്കുക. നമ്മളൊന്നും കല്യാണത്തിന് ഇങ്ങനെ ഒന്നും ഇല്ലേനി. എന്താ ഇപ്പം ചെയ്യാമ്മ? ഇമ്മാരോട് ഞാൻ പറയാം, എൻ്റെ കല്യാണത്തിന് നല്ലൊരു ഫോട്ടോ കൂടി ഇല്ല. ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയല്ല ഇങ്ങനെ സ്റ്റേജുമ്പോൾ കയറി. അന്ന് സ്റ്റേജും ഇതൊന്നും ഇല്ലല്ലോ, എൻ്റെ അവിടെ ഇല്ല അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ സ്റ്റേജുമ്പോൾ കയറിയുള്ള ഫോട്ടോ ഒന്നും ഇല്ലേ. അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്നില്ലേ, കല്യാണത്തിന് പോയി പോകുന്നില്ലേ. ഞാനത് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പെരയിലെത്തി. പെരയ്ക്ക് ഞങ്ങളായിട്ട് വണ്ടി നുറവ് വന്നാണ്ട് ഇറങ്ങലും നല്ല മഴ. ഞങ്ങൾ പാഞ്ഞ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നിട്ടോ. അപ്പോൾ കുറച്ച് നേരം എത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറി. കല്യാണത്തിന് പുതുക്കൊന്നും പോയില്ല കേട്ടോ. പുതുക്കത്തിന് പോരാ അങ്ങനെ പറയണുണ്ട്. ഈ ഐസമോളിയും കൊണ്ട് പുതുക്കത്തിന് പോയാൽ ശരിയാവില്ല കരുതിയാണ്ട് പോയില്ല. ഓള് എന്നിട്ട് തന്നെ കടന്ന് അധികം നേരമായിട്ട് ഓളും ഇങ്ങനെ ഇരിപ്പിരി ആവുന്നുണ്ട്. അപ്പം ഞങ്ങൾ വേഗം പോന്ന് ഇവിടെ എത്തി ഡ്രസ്സൊക്കെ മാറിയപ്പോൾ ഭയങ്കര തലവേദന, നല്ല തലവേദന, എന്താ അറിയില്ല. അപ്പം നല്ല കട്ടൻ ചായ കുടിക്കണം. തലവേദന ഉണ്ടായാൽ കട്ടൻ ചായ കുടിക്കണോല് ആരെങ്കിലും ഉണ്ടോ? നമ്മൾ തലവേദന ഉണ്ടായ കട്ടൻ ചായ, ബിസ്ക്കറ്റും ചായ. നല്ല പൊടി ഇട്ടു ഞങ്ങള്. ഇന്ന് പൊടി കുറവാന്ന് അപ്പം അമ്മ പറയും. ചായ കുടിച്ചാൻ പറ്റൂലല്ലോ, നല്ല പൊടി
മൈഗ്രിക്ക് ചായ പറ്റൂല എന്നൊക്കെ പറയും. അപ്പോൾ പാർലേജിന്റെ ബിസ്ക്കറ്റും ചായയും കുടിക്കണം നമ്മൾ. ബിസ്ക്കറ്റും പാർലേജിന്റെ ബിസ്ക്കറ്റും ചായയും കുടിക്കട്ടോ നമ്മള്. ഐസമ്മ ഉണ്ട്, ഉമ്മ ഉണ്ട്. അതാ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പെരയിലെത്തി എന്ന് പറഞ്ഞല്ലോ. ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് പുറത്തിറങ്ങിയ അപ്പം തലവേദനയാണ്. ഈ മൈഗ്രീൻ്റെ പ്രശ്നമാണ്. എവിടേക്കെങ്കിലും ഒന്ന് പുറത്ത് പോയോ അപ്പം തലവേദന വരും. അപ്പം ഇനി ഫുള്ള് തലവേദനയൊക്കാരം. അപ്പോൾ തലവേദന ഉണ്ട്, നല്ല തലവേദന ഉണ്ട്. അപ്പോൾ കല്യാണമൊക്കെ കൂടി ഞങ്ങൾ പോന്ന്. പുതുക്കം പോയില്ല, ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. പുതുക്കം പോകാനൊക്കെ കുറേ പറഞ്ഞതിന് പക്ഷേ ഞങ്ങൾ പോയില്ല. അപ്പോൾ ഈ ഐസമ്മൂന് അപ്പോത്തിനും ഇങ്ങനെ ചൊറിയിൽ തുടങ്ങിയോളൂ, നിലത്ത് കുത്തിറക്കൽ തുടങ്ങിയിട്ട്. അപ്പോത്തിനും പിന്നെ ഷെമി ഇല്ലല്ലോ. ഷെമി ഉണ്ടായിരുന്ന ഷെമിൻ്റെ കയ്യിലായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഷെമി ഇല്ല. അപ്പം പിന്നെ ഞങ്ങൾ പോകുന്നു. ഞങ്ങൾക്ക് അപ്പനെ വണ്ടി ഇട്ടിട്ടോ. ഞങ്ങൾ വണ്ടിയിൽ കയറിയാണ്ട് നേരെ ഇങ്ങോട്ട് പോയി. ഇരുവേറ്റി അറിയാം അവിടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാനൂർ അങ്ങാടിക്ക് എത്തണ്ട. ഞങ്ങൾ ഇതിലങ്ങനെ ഒരു വഴിക്ക് പോയി. ഇരുവേറ്റിക്ക് എത്താൻ ഇതിലങ്ങനെ ഒരു വഴിയുണ്ട്, അതിൽ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു കല്യാണ വീഡിയോ. രാവിലെ ഞങ്ങൾ നേരത്തെ നീച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ വേഗം കുളിച്ച് മാറ്റി പോയിട്ടോ. നേരത്തെ പോയിന് ഞങ്ങൾ. നേരത്തെ പറഞ്ഞാൽ വണ്ടിക്കാരെ കിട്ടാൻ കുറച്ച് വൈകി. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ.